നമസ്കാരം. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോ ഒരാൾ എന്ന ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ സമ്മിശ്രം പറയാറുണ്ട്, ഇരുളും വെളിച്ചവും എന്ന പോലെ. അതുപോലെ സ്റ്റേജിൽ ഇരുളും വെളിച്ചവും ശബ്ദവും എല്ലാം സമന്വയിപ്പിച്ച് നമുക്ക് മുമ്പിൽ വിസ്മയം തീർത്ത ഒരു പ്രതിഭയാണ് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ, അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു പ്രതിഭ കൂടിയാണ്. ഇന്ന് ആരോ ഒരാളിൽ അദ്ദേഹം മനസ്സുറക്കുന്നു. നമസ്കാരം സാർ. നമ്മുടെ വിഷയം ആരോ ഒരാൾ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ വിസ്മൃതിയിലേക്ക് ഒരിക്കലും നമ്മൾ പോവാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇസ് അൺനോൺ പവർ എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ പോയ നമുക്കൊരു നമുക്കൊരു സ്വാധീനം ചെലുത്തി നമ്മളിലേക്ക് കടന്നുപോയ ഒരു വ്യക്തി, അതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഈ എപ്പിസോഡുകളിലൂടെ എല്ലാം. അപ്പോൾ സാറിൻ്റെ ഒരു സമസ്ത മേഖലകളിലുള്ള ഒരുപാട് അറിവും യാത്രകളും എല്ലാം വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ അധ്യായമായിട്ട് കണക്ട് ചെയ്താണെങ്കിൽ എന്തായിരിക്കും സാറിൻ്റെ ഒരു പ്രതികരണം? നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാം ഈശ്വരൻ എഴുതിയ ഒരു തിരക്കഥയിലെ കഥാപാത്രങ്ങളാണ്. അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന സമയത്ത് ഇന്ന ആളിനെ കാണണം എന്ന് പടച്ചു വിടുന്ന ചില കഥാപാത്രങ്ങൾ. അവർ നമ്മുടെ ജീവിതത്തിൽ വന്നു തന്നെ തീരണം. അത് നമ്മുടെ മനസ്സിൻ്റെ ആജ്ഞയോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ആഗ്രഹമോ കൊണ്ടുണ്ടാകുന്ന കഥാപാത്രങ്ങളല്ല, ദൈവത്തിൻ്റെ കഥാപാത്രങ്ങളാണ്. അവർ ചില വിളക്ക് കാലുകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കും. നമ്മൾ മറക്കണമെന്ന് ആഗ്രഹിച്ചാലും മറക്കാൻ പറ്റാത്ത ചില കഥാപാത്രങ്ങളാണ്. അവർ ജീവിതത്തിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും വരാം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും വരാം. ഇങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങൾ എൻ്റെ കലാജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അത് 1, 2, 3 അല്ല, നിരവധി കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാം ഇന്നും ചില വിളക്കുകാലുകൾ പോലെ വെളിച്ചം വിതറിക്കൊണ്ട്, മനസ്സിന് ഒരുപാട് ധൈര്യം നൽകിക്കൊണ്ട്, മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഊർജം നൽകിക്കൊണ്ട് അവരെല്ലാം, ഈ കഥാപാത്രങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ അറിയില്ലായിരിക്കാം. ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് അവരെ തിരിച്ചറിയാനും ചിലപ്പോൾ എനിക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഇവരുടെ ഈ ഓർമ്മകൾ എന്നും എൻ്റെ മനസ്സിൽ ഉണ്ടാവും. ഞാൻ എൻ്റെ അമ്മയുടെ ഒരു ഉദാഹരണം പറയുന്നെന്ന് മാത്രമാണ്. ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്, താങ്കളുടെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പേർലിൻ എന്ന് പറയുന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ എൻ്റെ ഒരു കൂട്ടുകാരിയെ പറ്റിയാണ്. പക്ഷേ ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ചിതാഭസ്മവുമായി കാശിയിൽ പോകുന്ന ഒരു അവസരത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി ഡൽഹി പോകണം. ഡൽഹിയിൽ നിന്ന് വേറെ ട്രെയിൻ മാറി കയറി വാരണാസിയിലോട്ട് പോകണം. ചിതാഭസ്മവുമായി ഞാൻ ഡൽഹിയിലെത്തി. അപ്പോൾ എൻ്റെ കൂട്ടുകാരവിടെ വന്നിരുന്നു. കലാകാരന്മാർ പലരും വന്നു. അവർ ഈ ചിതാഭസ്മം ഏറ്റുവാങ്ങിയിട്ട് കുറേ ഭസ്മവും പിന്നെ കുങ്കുമമൊക്കെ തൊട്ട്, പിന്നെ പൂക്കൾ ചൂടി, കമ്പാർട്ട്മെൻറ്റ് വരെ അലങ്കരിച്ച് അവർ അടുത്ത ട്രെയിനിലോട്ട് അവിടെ വച്ചു. ആ കമ്പാർട്ട്മെൻറ്റിൽ, സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അവിടെ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒരു സന്യാസി, പിന്നെ ഒരു പയ്യൻ, ഒരു ജീൻസും ഒരു ടീഷർട്ടൊക്കെ ഇട്ട ഒരു പയ്യൻ. ആ ടീഷർട്ടിൽ ഒരു സിനിമാ താരത്തിൻ്റെ പടം ഉണ്ടായിരുന്നു, ഒരു ഹിന്ദി സിനിമാ താരത്തിൻ്റെ. അപ്പോൾ ഇവർ, എൻ്റെ കൂടെയുള്ളവർ അവിടെ നിന്നുകൊണ്ട് കുറച്ച് ഭജനയൊക്കെ പാടി. ഈ ട്രെയിൻ പോകുന്നത് വരെയുള്ള സമയം നേരത്തെ പിടിച്ചിട്ടത് ട്രെയിനാണ്, വാരണാസിയിലിട്ടുള്ളത്. ഇവരെല്ലാം പാടിക്കഴിഞ്ഞിട്ട് ട്രെയിൻ വിടാനുള്ള ബെല്ലടിച്ചപ്പോഴത്തേക്ക് ഇവർ ഓരോരുത്തരായിട്ട് അമ്മയുടെ ഈ ചിതാഭസ്മത്തിൽ തൊട്ട് തൊഴുതിട്ട് അവർ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാനും അമ്മയും സന്യാസിയും ഈ പയ്യനുമാണ് അവിടെ ഉള്ളത്.